ഒരു സുഹൃത്തിന്റെയോ, സുഹൃത്തുക്കളുടെയോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ പെട്ടെന്ന് കാരണങ്ങളൊന്നുമില്ലാതെ, വിശദീകരണങ്ങളൊന്നും നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. അതായത് ബ്രേക്കപ്പായി പോവുക. ആ സമയത്ത് നമ്മളിൽ ചിലരെങ്കിലും നമ്മുടെ സ്വന്തം മൂല്യത്തെ, അതായത് സെൽഫ് വർത്ത് നിർണ്ണയം ചെയ്യാൻ ശ്രമിക്കും. എൻ്റെ എന്തെങ്കിലും കുറവ് കൊണ്ടിട്ടാണോ? എനിക്ക് കഴിവുകളില്ലാഞ്ഞിട്ടാണോ? എനിക്ക് അവരുടെ അത്രയും സാമ്പത്തികമില്ലാത്തത് കൊണ്ടിട്ടാണോ? അതുമല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കാൻ എന്നെ കൊള്ളില്ലാത്തത് കൊണ്ടിട്ടാണോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു സമയം നമ്മുടെ മനസ്സിലൂടെ കടന്നു വരാറുണ്ട്, അല്ലെ? ചിലപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമ്മളെ വല്ലാതെ മാനസികമായി തളർത്തിക്കളയുകയും ചെയ്യാറുണ്ട്. ഒരു പരിധിവരെ അങ്ങനെയാണ്. എന്താണ് കാരണം എന്നറിയാതെ നമ്മളിങ്ങനെ ഒരു സ്വയം യോഗ്യതാ നിർണയമൊക്കെ നടത്തും. ശരിക്കും അതൊന്നുമല്ല കാരണമെങ്കിൽ കൂടി. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ വാല്യൂ നമുക്ക് നിലനിർത്താൻ പറ്റുന്നത്? സ്വയം യോഗ്യത നിർണ്ണയിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ പറ്റിയുള്ള ശക്തമായ ഒരു വിശ്വാസമാണ്. ഞാൻ ഇവിടെയൊക്കെ ഒരു അംഗീകാരം, ബഹുമാനം, ഒരു സ്ഥാനം എല്ലാം അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ള ഒരു ശക്തമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വയം ചോദ്യം ചോദിച്ച് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകളും പരിശ്രമങ്ങളും അറിവുകളും അനുഭവങ്ങളും എല്ലാം കൂടെ ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ എന്നെ കൂടെ നിർത്തിയാൽ മാത്രമേ ഞാൻ വിലയുള്ള ഒരാളാകുന്നു, അല്ലെങ്കിൽ ഞാനത് നേടിയാൽ മാത്രമേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളായി ഞാൻ മാറുന്നുള്ളൂ, ആ പരീക്ഷ ജയിച്ചാൽ മാത്രമേ ഞാൻ നല്ല ഒരാളാവുകയുള്ളൂ എന്നുള്ള ചിന്തകളൊന്നും വേണ്ട. നമുക്ക് നമ്മളെ പറ്റി ശക്തമായ ഒരു വിശ്വാസം ഉണ്ടാവണം. ഞാനാണ്. എൻ്റെ കുറവുകളും നേട്ടങ്ങളും കഴിവുകളും എല്ലാം കൂടി ചേർന്ന ഞാൻ. ഇതൊക്കെ പറഞ്ഞാലും ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്ന് തളർന്നു പോവാറുണ്ട്. തികച്ചും സ്വാഭാവികമാണ്. അവിടെ നിന്ന് എങ്ങനെ നമുക്ക് തിരിച്ച് നമ്മളിലേക്ക് എത്താം എന്നുള്ളത് നോക്ക്. ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ ഒരു സൗഹൃദം പോയത് കൊണ്ട് നമ്മുടെ കഴിവുകളോ അറിവുകളോ നമ്മൾ നേടിയത് അങ്ങനെ ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഞാനെന്ന് പറയുന്നത് എൻ്റെ സ്വഭാവവും കഴിവുകളും ഭയവും നേട്ടങ്ങളും കുറവുകളും എല്ലാം കൂടി ചേർന്നതാണ്. എന്നെ ഞാനായി മനസ്സിലാക്കാൻ പറ്റാത്തതിന് എനിക്ക് എന്നോട് ചേർത്ത് വയ്ക്കാൻ ഒരിക്കലും പറ്റില്ല. അവർ ആഗ്രഹിക്കുന്ന പോലെ നിൽക്കുവാൻ, അവരെ സന്തോഷിപ്പിക്കാൻ എനിക്കൊരിക്കലും എൻ്റെ വാല്യൂസ് മാറ്റിവെക്കാൻ പറ്റില്ല. ഇതിനെ ഭംഗിയായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. I deserve more than this. I am blessed. എനിക്ക് ചേർത്ത് വെക്കാൻ പറ്റാത്തതിനെല്ലാം ഞാൻ വിട്ടുകൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ, വീണു പോവാതിരിക്കാൻ ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നമ്മളെ സഹായിക്കും. ഇനി ഒരു പക്ഷേ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് കരകയറാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സഹായം സ്വീകരിക്കുക.